Hi friends, welcome our channel Nathon Tips and Stitchings. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 4 മണി പലഹാരമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനു മുൻപ് നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 4 മണി പലഹാരമാണ്. ഗോതമ്പ് പൊടി വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളത് വീഡിയോ കാണാം. ഇന്ന് നമ്മളൊരു ഗോതമ്പ് കൊണ്ട് ഒരു വടയും ഉണ്ടാക്കാൻ പോണേ, ഗോതമ്പ് വെച്ചിട്ട്. അപ്പോൾ അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇതുകൊണ്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണിത്. പിന്നെ ഒരു ചെറിയ പാത്രം റവ, സവാള അരിഞ്ഞത്, ഒരു സവാള അരിഞ്ഞത്, ഇതുപോലെ 3 പച്ചമുളക് അരിഞ്ഞത്, ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ് പാകത്തിന്, പിന്നെ ഒരു സ്പൂണ് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ, ഒരു നുള്ള് കുരുമുളക് പൊടി. ഇത് നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്യാം. ഒരു കതിര് വേപ്പില നമുക്കിത്, കറിവേപ്പില. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴയ്ക്കാം. ഒരു നുള്ള സോഡപ്പൊടി നമുക്ക്. നമ്മുടെ ഗോതമ്പിന് കുറച്ച് മാവ് എടുത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തി നോക്കാം. എന്നിട്ട് പരത്തിയിട്ട് ഇത് എണ്ണ ചൂടായിട്ട് അതിലേക്ക് നമുക്ക് എടുത്ത് നോക്കാം. നമ്മുടെ വട ഇവിടെ 2 റെഡി ആയിട്ടുണ്ട്. നന്നായി ചോന്ന് മുരിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ അത് ഇനി ബാക്കി നമുക്ക് എല്ലാതും ഇതുപോലെ മുക്കി പൊരിച്ചെടുക്കാം. ഇതാ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നല്ല എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് 4 മണിക്ക് കുട്ടികൾക്ക് ചായ കൊടുക്കാനൊക്കെ പലഹാരം വേറെ ഒന്നും ഇല്ലാത്ത സമയത്തൊക്കെ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഉള്ളിവട പോലെയൊക്കെ ഇരിക്കും കാണാനായിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല കിരികിരാന്നിരിക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നമുക്ക് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഇതിലും നല്ല കിടിലൻ റെസിപ്പീസായിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു.